സുഗമദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ ദേവികയുടെ സങ്കടങ്ങളെല്ലാം മാറുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഈ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം ദേവിക മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മളുടെ അരുന്ധതിമയുടെ ആയിരിക്കും മിക്കവാറും ദേവികയോട് പറയുന്നത്. കാരണം ദേവികയുടെ ആ സങ്കടവും പ്രയാസവും ഒക്കെ കണ്ടിട്ട് ഋഷിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ദേവിക എന്നുള്ള ആ ഒരു നന്ദിയും കടപ്പാടും അരുന്ധതി മേഡത്തിന് ദേവികയോട് എപ്പോഴും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ചേർന്ന് ഗിരീഷിനോട് പറയുന്നുണ്ട്, നന്ദൻ ഇപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. ആരെ കൊന്നേന്ന് ചോദിക്കുമ്പം അത് വേറെ ആരെയല്ല, ഋഷിയില്ലേ അരുന്ധതി മേഡത്തിൻ്റെ മകൻ, അവനെ കൊന്ന. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിക്കുമ്പം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഗിരീഷ്, ഞാൻ ആകെ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ. എന്തായാലും ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയുമ്പം അത് നന്ദന് എപ്പോഴാണ് പുറത്ത് പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, ഞാനും ദേവിക മാത്രമേ അറിയാതിരുന്നുള്ളൂ. പ്രഭയോട് പറഞ്ഞ സമയത്ത് തന്നെ പ്രഭ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നന്ദനെ നമുക്ക് രക്ഷിച്ചെടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ സത്യത്തിൽ നടന്നത് എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, ചെറിയ എന്തെങ്കിലും ക്രൈം ആയിരുന്നെങ്കിൽ നന്ദനെ രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നല്ലോ, ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ സാറ്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ഗിരി. ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട്, ദേവിക സത്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ദേവികയും അറിഞ്ഞു, ഞാനും ദേവികയും ഒരുമിച്ച് അറിഞ്ഞത്, പ്രഭയ്ക്ക് നേരത്തെ അറിയായിരുന്നു എന്ന്. എന്നിട്ട് മേഡം എന്താ മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പം അതാ ഞാനും പ്രഭയോട് ചോദിക്കണം, ഇത്രയും നാളും എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇപ്പം നന്ദനെ എല്ലാ സപ്പോർട്ടുമായിട്ട് നിന്നത് ആ ഇസബെല്ലയും കെവിനും, അപ്പോൾ അവർക്കും സത്യങ്ങൾ അറിയാവുമെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഉവ്വ ശരിക്കും ഈ നന്ദനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇസബെല്ല, അതിൻ്റെ പേരിലാണ് ഈ നന്ദൻ അവളുടെ കൂടെ ആ ഹോം സ്റ്റേ പോയി താമസിച്ചത് പോലും എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, അതത്ര ശരിയായ കാര്യമല്ലല്ലോ സാറേ, എന്തായാലും അവർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടോയെന്നും അറിയാൻ പറ്റില്ല, എന്തായാലും ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നന്ദനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഗിരീഷ്, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് പറയുമ്പം മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? അതൊന്നും അത്ര നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യമല്ല, നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും ഞാൻ പോയി നന്ദനെ ഒന്ന് കണ്ടിട്ട് വരട്ടെയെന്നും പറഞ്ഞ് ഗിരീഷിനാണെങ്കിൽ നന്ദനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം ഇസബല്ല ആണെങ്കിൽ വീണ്ടും ഈ നന്ദനെ ഫോൺ ചെയ്തിട്ട് നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും ഭയങ്കരമായിട്ട് കെവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. കണ്ടില്ലേടാ അവൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാന്ന് പറയുമ്പം അത് ചിലപ്പോൾ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും ബെല്ല, നീ ഒന്ന് സമാധാനപ്പെടുന്നു പറയുന്ന സമയത്ത് ബെല്ല പറയുന്നുണ്ട്, ഇത് ചാർജ് തീർന്ന് ഓഫായി പോയതൊന്നുമല്ല, അവൻ മനഃപൂർവ്വം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ദേവിക അവനും തമ്മിൽ കോംപ്രമൈസ് ആയുമെന്ന് എനിക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് തന്നെ അറിയാലോ, ഇനി ഒരിക്കലും നന്ദനെ എനിക്ക് തിരിച്ചു കിട്ടൂല, ഇനി ഞാൻ നന്ദനെ ദേവിക്ക് വിട്ടുകൊടുക്കൂല എന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നതാ. അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബെല്ല, നീ ഒന്ന് സമാധാനപ്പെട്, ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണായിരിക്കും, നമുക്ക് വേണമെങ്കിൽ ചന്ദ്രോത്ത് നേരിട്ട് പോയി അവനെ കാണാമല്ലോ എന്ന് പറയുമ്പം എന്നാൽ നീ വാ നമുക്ക് ഇപ്പം തന്നെ പോവാമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഒന്നും കൂടി ഒന്ന് നന്ദനെ വിളിച്ച് നോക്കട്ടെ, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കെവിൻ നന്ദനെ വിളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് കെവിൻ്റെ ഫോണിലേക്ക് ഷാരിയുടെ ഫോൺ വന്നത്. ഷാരിയുടെ ഫോൺ കണ്ടതും കെവിനാണെങ്കിൽ വേഗം തന്നെ ഇസബല്ലയുടെ അടുത്തുനിന്ന് മാറി പോകുന്നുണ്ട്. എന്നിട്ട് എന്താ ഷാരി നീ എന്താ വിളിച്ചത്, അച്ഛനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു, ഇപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. കെവിൻ ചേട്ടനെ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്, എന്തായാലും ഷാരിയുടെ അച്ഛനെ കാണാൻ എനിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഷാരിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട കെവിൻ ചേട്ടൻ, എന്തായാലും കെവിൻ ചേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്ക്, പിന്നെ നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ചു എന്നിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കെവിനാണെങ്കിൽ അറിയാതെ തന്നെ പറയുന്നുണ്ട്, ഞാനും ബെല്ലയും വിളിച്ചു എന്ന്. അന്നേരം ഷാരിക ചോദിക്കുന്നുണ്ട്, ബെല്ലയോ അതാരാന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഷാരി എന്ന് പറയുന്ന സമയത്ത് ഷാരിക ചോദിക്കുന്നുണ്ട്, ബെല്ല എന്തിനാണ് നന്ദേട്ടനെ വിളിക്കണതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നിനല്ല, വെറുതെ വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷേ നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത്, ഞങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ ഫോണിൽ കിട്ടിയിട്ടില്ല, എന്തായാലും ഇനി ചന്ദ്രോത്ത് പോയി നന്ദനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ഞാനും നന്ദേട്ടനെ കാണാനിരിക്കുക, എനിക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ ശരി ഷാരിക എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇസബല്ലേനെയോ കെവിനെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ, ദേവികയും സത്യങ്ങൾ അറിഞ്ഞു,
ഇനി എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ദേവി എന്നെ വിട്ടു പോകുമായിരിക്കും. ഒരിക്കലും ഒരു കൊലയാളിയുടെ കൂടെ ജീവിക്കാനൊന്നും ദേവി തയ്യാറാവില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഗിരീഷ് അങ്ങോട്ട് വരുന്നത്. ഗിരീഷ് വന്നിട്ട് എന്താ നന്ദ, നീ എന്താ റൂമിൽ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അച്ഛൻ എന്നോട് റൂമിൽ തന്നെ ഇരിക്കാനാണ് പറഞ്ഞത്. ഇനി അച്ഛൻ പറയാതെ വെളിയിലോട്ടൊന്നും പോകണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫും ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട്, സത്യത്തിൽ എന്താ നന്ദ അന്ന് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ അന്ന് പോയ വഴിക്ക് ഋഷിയെ കണ്ട കാര്യം ഋഷിയോട് സംസാരിച്ചപ്പം ഋഷി മോശമായി സംസാരിച്ചിട്ട് നന്ദൻ ഋഷിയെ തല്ലിയതും തല്ലുകൊണ്ട് ഋഷി ബോധം കെട്ട് വീഴുന്നതും പിന്നീട് ഋഷിയെ കെവിൻ്റെ ജീപ്പിൽ കയറ്റി കെവിൻ്റെ തന്നെ ഒരു ഗോഡൗണിൽ കൊണ്ടുപോയി കിടത്തുന്നതും അവിടെ കെവിൻ്റെ പരിചയത്തിലുള്ള കുറച്ച് പേര് ഋഷിക്ക് കാവലായിട്ട് നിർത്തുന്നതും പിന്നീട് ഋഷിയെ രണ്ടാമത് നന്ദൻ കാണാൻ ചെല്ലുന്ന സമയത്ത് വീണ്ടും തൻ്റെ കുടുംബം ഞാൻ തകർക്കുമെന്നും പറഞ്ഞ് ഋഷി ദേഷ്യപ്പെട്ട സമയത്ത് അവിടെ കിടന്ന ഒരു വടിയെടുത്ത് നന്ദൻ ഋഷിയെ തല്ലിയതും ആ സെക്കൻഡിൽ തന്നെ ഋഷിക്ക് ബോധം പോകും. പിന്നെ ഋഷിയെ എല്ലാവരും ചേർന്ന് എത്ര വിളിച്ചിട്ടും ഋഷിക്ക് ബോധം തെളിയാണ്ടാവുമ്പം കെവിൻ നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിത് കൈകാര്യം ചെയ്തോളാമെന്നും പറഞ്ഞ് ഈ നന്ദനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ ഗിരീശൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നന്ദ ആദ്യം തന്നെ ഋഷിക്ക് ബോധം പോയപ്പോൾ നിങ്ങൾ ഋഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതാ ഗിരീഷേട്ടാ ആസ്പത്രിയിൽ കൊണ്ടുപോകാമെന്ന്. അപ്പം കെവിനെ സമ്മതിക്കാതിരുന്ന് കെവിനായിരുന്നു നിർബന്ധം ആസ്പത്രിയിൽ കൊണ്ടുപോകാണ്ട് കെവിൻ്റെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകാൻ. പിന്നീട് മരിച്ചിട്ട് നീ ഋഷിയെ കണ്ടോന്ന് ചോദിക്കുമ്പം ഇല്ല ഗിരീഷേട്ടാ ഞാൻ കണ്ടില്ല, കെവിൻ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ കെവിൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട, ഞാനെല്ലാം കൈകാര്യം ചെയ്തോളാമെന്നും പറഞ്ഞ് കെവിൻ തന്നെ ആളെ കൂട്ടി ഋഷിയെ കുഴിച്ചിട്ട് തന്ന. അന്നേരം ഈ ഗിരീശൻ പറയുന്നുണ്ട്, നീ അപ്പോൾ ഒരു തല്ലിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുറ്റം നീ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഇല്ല ഗിരീഷേട്ടാ ഞാൻ തല്ലിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാ, അവൻ മരിക്കുമെന്ന് വിചാരിച്ചല്ല ഞാൻ തല്ലിയേ. നേരം ഗിരീശൻ ചോദിക്കുന്നുണ്ട്, നീ എന്നാലും എന്ത് മണ്ടത്തരാ ചെയ്തത്? അവനക്ക് ബോധം പോയപ്പം പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതിന് കെവിനോട് പറഞ്ഞ് കുഴിച്ചിട്ടെന്തിനാ, അതല്ല ഇപ്പോൾ വലിയ പ്രശ്നമായെന്നൊക്കെ ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ ഗിരീഷേട്ടാ, എനിക്ക് അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് കെവിനാണെങ്കിൽ എന്നെ അതിന് അനുവദിച്ചുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഗിരീശൻ പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനി അതിനെന്താ പ്രതിവിധി എന്ന് നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ ഈ നന്ദനാണെങ്കിൽ ഞാനൊരു കൊലപാതകയെ ഗിരീഷേട്ടാ, എൻ്റെ കയ്യിൽ ഒരാളുടെ ചോര പറ്റിയതാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗിരീഷിനെ കയറി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ട്. അന്നേരം ഗിരീശൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടുന്നെന്താ, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം, എന്തിനും നമുക്കൊരു വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് നന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഈ നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് ഇരുന്ന് കരയാണ്. ഈ ഋഷിയെ കൊന്ന കാര്യം തന്നെയാണ് ദേവികയുടെ മനസ്സിലുള്ളത്. ഇനി എങ്ങനെ നന്ദുവിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കും? എന്തായാലും കേസിൽ നിന്ന് നന്ദുവിനെ രക്ഷിക്കാനൊന്നും പറ്റില്ല. നന്ദു ചെയ്തത് നിസ്സാര കാര്യമൊന്നുമല്ല, ഒരു കൊലപാതക ചെയ്തേക്കണേ. ഒരാളുടെ ജീവൻ എടുത്തയാളെ ഞാൻ എങ്ങനെ രക്ഷിക്കാൻ നോക്കിയാലും നടക്കൂല. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം. അതിന് ആദ്യം തന്നെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊന്ന് ചന്ദ്രോത്ത് വരെ പോകണമെന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. ദേവിക ചന്ദ്രോത്ത് എന്നിട്ട് അവിടെ ബെല്ലടിക്കുന്ന സമയത്ത് അവിടെ ആരും വാതിൽ തുറക്കണില്ല. അങ്ങനെ കുറേ സമയം നിന്ന് ബെല്ലടിച്ചിട്ടും ആരും ഡോറ് തുറക്കാതെ ആകുമ്പോൾ ദേവികയ്ക്ക് പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കോ, എന്തായിരിക്കോ വാതിൽ തുറക്കാത്ത, ഇനി ഇവിടെ ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദേവിക ഫോൺ എടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ഫോൺ എടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനിവിടെ വീട്ടിലുണ്ട്, നിങ്ങൾ എവിടെയാണ്, ഞാൻ കുറേ നേരമായി വന്നിട്ട് ബെല്ലടിച്ചിട്ടൊന്നും വാതിൽ തുറക്കണില്ലല്ലോ എന്ന് പറയുമ്പോൾ മോളെ ഞങ്ങളിപ്പോൾ അവിടെയല്ല താമസിക്കണേ. എന്താ അച്ഛാ ഈ പറയണേ, ഇവിടെയല്ല താമസിക്കണേന്നോ? പിന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കണേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പഴയ വീട്ടിലേക്ക് താമസം മാറി മോളെ. അതെന്താ പെട്ടെന്ന് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന് പ്രഭ അമ്പലത്തിൽ പോയിരുന്നു, അവിടെ വെച്ച് ഒരു സ്വാമി പ്രഭയോട് പറഞ്ഞു ഈ വീട്ടിൽ കിടന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കണേ, മീരയുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന പ്രഭയുടെ അയാൾ പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറണമെന്നും പറഞ്ഞ് പ്രഭയുടെ നിർബന്ധത്തിന് ഞങ്ങളും കൂടെ മാറിയതാന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അച്ഛനൊരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അതിന് ഞാനിത് ആരോടും പറഞ്ഞില്ല, രജനിയോട് പോലും പറഞ്ഞിട്ടില്ല, മോളോട് എന്തായാലും ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഇപ്പം ഗിരീഷിന് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പം അപ്പോൾ ഗിരീഷേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഗിരീഷിനെ വിളിച്ചു വരുത്തിയതാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഗിരീഷിനോട് സംസാരിച്ചിട്ടുണ്ട്, ഇനി മോളും കൂടി ചേർന്നിട്ട് വേണം നമുക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ, നന്ദിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മൾ എന്ത് തീരുമാനം എടുക്കാനാ വെച്ചാൽ എന്ത് തീരുമാനം എടുത്താലും നമുക്കത് ദോഷമായിട്ടല്ലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ എന്ന് വിചാരിച്ച് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ, ഒരാളെ കൊന്ന കേസല്ലേ. എന്തായാലും ഞാനങ്ങോട്ട് വരാം വെച്ചാൽ എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ദേവിക ഫോൺ വെക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെ ആണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് രജനി വന്നിട്ട് ഗിരീഷിനോട് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അമ്മയും അച്ഛനും എന്തിനാ ഇപ്പം ചന്ദ്രോത്ത വീട് ഉപേക്ഷിച്ച് വേറെ വീട്ടിലേക്ക് പോയാൽ അവരെന്ത് പണിയായി കാണിക്കുന്നത്? ചന്ദ്രോത്ത വീടിന് എന്ത് കുഴപ്പമുണ്ടായിട്ടാ? ഇപ്പം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ദേവികയല്ലേ? അവൾ പോയില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ പറയുന്ന സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അറിഞ്ഞിട്ടാ രജനി ഇങ്ങനെ സംസാരിക്കണേ? അവിടെ എന്താ നടന്നേക്കണേന്ന് നിനക്കറിയോ? ദേവികയെ മാത്രമല്ലേ നീ കുറ്റപ്പെടുത്തണുള്ളൂ? നിന്റെ സഹോദരൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്നല്ലേ നീ എപ്പോഴും പറയണേ? അന്നേരം രജനി ചോദിക്കുന്നുണ്ട്, അതിന് നന്ദൻ്റെ കയ്യിൽ എന്ത് കുറ്റം ഉണ്ടെന്നാ ഗിരിയായി പറയണേ? നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും കാരണക്കാരി അവളാന്ന് പറയുമ്പോൾ നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഒരാളെ കൊന്നിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതും രജനി ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് രജനി ചോദിക്കുന്നുണ്ട്, ഗിരി എന്താ ഈ പറഞ്ഞ് നന്ദൻ ആരെ കൊന്നു എന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വേറെ ആരെയല്ല, അരുന്ധതി മേഡത്തിൻ്റെ മകനില്ലേ ഋഷിയെ നന്ദൻ കൊന്നു. അത് കേട്ടതിന് രജനി ആണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.